ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ബനാന ചിപ്സാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 3-4 കിലോ ബനാന വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, ഏത്തക്കായ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇതേപോലെ ചുറ്റും നെടുകയൊന്ന് വരഞ്ഞു കൊടുക്കുക. എന്നിട്ട് നമുക്കതൊന്ന് അതിൻ്റെ ആ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. ഏത്തക്കായയുടെ തൊലി കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മേലെ നമ്മൾ കുറച്ച് നേരം വെക്കുമ്പോഴേക്കും ഒരു കറ പോലെ വരും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. നല്ലതുപോലെ കലക്കിയിട്ട് നമ്മൾ ഈ തൊലി കളയുന്ന ഏത്തക്കായ ഇതിലേക്ക് ഇട്ട് വെക്കുക. എന്നിട്ട് ഇതെല്ലാം ഏത്തക്കായയുടെ തൊലി എല്ലാം കളഞ്ഞതിന് ശേഷം നമുക്കിത് ഒന്ന് തേച്ചൊരച്ചൊന്ന് കഴുകിയെടുക്കണം. ചിലർ തേങ്ങയുടെ ചകിരി ഉപയോഗിച്ച് തേച്ച് കഴുകിയെടുക്കും. ഞാനത് കൈ കൊണ്ട് തന്നെയാണ് തേച്ച് കഴുകിയെടുക്കുന്നത്. എന്നിട്ട് തന്നെ നല്ലതുപോലെ വൃത്തിയാവണമൊക്കെ ഉണ്ട്. ഏത്തക്കായുടെ എല്ലാത്തിൻ്റെയും തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ തൊലി നമുക്ക് തോരനൊക്കെ വെക്കാനായിട്ട് നല്ലതാണ്. അപ്പോൾ നമുക്കത് മാറ്റി വെച്ചിട്ട് ഈ ഏത്തക്കായ ശരിക്കും ഒന്ന് തേച്ച് കഴുകി അതിൻ്റെ മേലത്തെ കറയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. അപ്പം നല്ലൊരു കളർ ഏത്തക്കായ്ക്ക് കിട്ടുകയും ചെയ്യും, വറുക്കുമ്പോൾ നല്ല കളർ കിട്ടുകയും ചെയ്യും. അതുമാത്രമല്ല അതിൻ്റെ ആ കറുത്ത കറയൊക്കെ പോയി ആയി നല്ല ഭംഗിയായി കിട്ടും. ഇപ്പോൾ ഏത്തക്കായ എല്ലാം നമ്മൾ കഴുകിയെടുത്ത് കഴിഞ്ഞു. നല്ല ഭംഗിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് വറുത്ത് കഴിയുമ്പോൾ അതിലേക്ക് നേരി ഉപ്പൊക്കെ വേണമല്ലോ. അപ്പോൾ നമ്മൾ ഗ്ലാസ്സിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒരു 1-1.5 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 2 സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. അപ്പോൾ നമ്മൾ വറുത്ത് കഴിയുമ്പോൾ ഏത്തക്കായ നമ്മൾ വെളിച്ചെണ്ണയിലേക്ക് അരിഞ്ഞിട്ട് ഒന്ന് മുരിഞ്ഞ് വന്ന് കഴിയുമ്പോൾ ഒരു 1/4 ഭാഗം മുരുവായി കഴിയുമ്പോൾ ഇതിൽ നിന്ന് ഒരു 2 സ്പൂൺ സിറപ്പ് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ബനാന ചിപ്സിന് നല്ലൊരു കളർ കിട്ടുകയും ചെയ്യും, അത് ആവശ്യത്തിനുള്ള നമുക്ക് ഉപ്പും കിട്ടും. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അത് നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഈ ഏത്തക്കായ അതിലേക്ക് നമുക്കൊന്ന് അരിഞ്ഞിടാം. ഏത്തക്കായ അരിഞ്ഞിടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ സ്ലൈസറാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ അരിഞ്ഞെടുക്കാൻ പറ്റിയ, നേരിതാക്കി അരിഞ്ഞെടുക്കാൻ പറ്റിയ ഒരു സ്ലൈസറാണ്. അപ്പോൾ നമുക്ക് ഏത്തക്കായ ഇനി ഇതിൽ അരിഞ്ഞ് നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം മാത്രം നമുക്ക് ഇത് ഏത്തക്കായ അതിലേക്ക് അരിഞ്ഞിട്ടാൽ മതി. എന്നാലേ ശരിക്കും ഇങ്ങനെ പൊളച്ച് ചിപ്സ് നമുക്ക് കിട്ടുള്ളൂ. വെളിച്ചെണ്ണ ഇപ്പോൾ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഏത്തക്കായ വെളിച്ചെണ്ണയിലേക്ക് ഒന്ന് അരിഞ്ഞിടാം. ചിപ്സ് വറുക്കാനായിട്ട് എപ്പോഴും നല്ലത് നമുക്ക് വിറകടുപ്പാണ്. അതല്ലെങ്കിൽ എയർ അടിക്കുന്ന മണ്ണെണ്ണ സ്റ്റൗ ആയാലും പെട്ടെന്ന് തന്നെ ചിപ്സ് നമുക്ക് വറുത്തെടുക്കാൻ പറ്റും. ഗ്യാസ് സ്റ്റൗവിലാകുമ്പോൾ നമ്മൾ ഫുൾ ഫ്ലെയിമിലിട്ട് റെഡിയാക്കിയാലും കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഒരു അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 3 ഏത്തക്കായ 4 ഏത്തക്കായ ഇടാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ 3 ഏത്തക്കായ അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മൊരിയിച്ചെടുക്കാം. നല്ല ഫുൾ ഫ്ലെയിമിൽ തന്നെ നമ്മൾ സ്റ്റൗ കത്തിച്ചിടണം, അതല്ലെങ്കിൽ കല്ലച്ച് പോകും ചിപ്സ്. അപ്പോൾ നമ്മുടെ ചിപ്സ് ഒരുവിധം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടിയുടെയും ഉപ്പും ചേർന്ന സിറപ്പ് നമുക്കിതിലേക്ക് ഒരു 2 സ്പൂണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ആ ഉപ്പ് ചേർന്ന വെള്ളത്തിൻ്റെ ആ ഒരു പൊട്ടിത്തെറിക്കുന്ന ഒരു സൗണ്ടൊക്കെ മാറിക്കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇത് കോരിയെടുക്കാവുന്നതാണ്.
നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിപ്സ് വെളിച്ചെണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. നമ്മൾ ആ മഞ്ഞപ്പൊടിയുടെയൊക്കെ ആ ഒരു സിറപ്പ് ഒഴിച്ചതുകൊണ്ട് കണ്ട നല്ല ഗോൾഡൻ കളറായിട്ട് നമുക്ക് ചിപ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ഏത്തക്കായും കൂടി നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ സ്ലൈസറിൽ 2 ഏത്തക്കായ വെച്ചാണ് അരിഞ്ഞെടുക്കുന്നത്. പെട്ടെന്ന് തന്നെ നമുക്ക് അരിഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം ചെയ്തതുപോലെ തന്നെ ഇതിൽ നമുക്ക് മഞ്ഞപ്പൊടിയുടെയും ഉപ്പിൻ്റെയും സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ആ വെള്ളത്തിൻ്റെ പൊട്ടലൊക്കെ മാറിക്കഴിയുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ ബനാന ചിപ്സ് എല്ലാം വറുത്ത് കോരി കഴിഞ്ഞു. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബനാന ചിപ്സാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു റെസിപ്പി ആണെങ്കിലും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.